അപ്പൊസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം 2. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റിന്റെ ഇരമ്പൽ പോലെ ആകാശത്തു നിന്ന് ഒരു ശബ്ദമുണ്ടായി. അതവർ ഇരുന്ന വീട് മുഴുവനും നിറഞ്ഞു. തീജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേലും വന്ന് ആവസിച്ചു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭക്തരായ യഹൂദർ അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്നുണ്ടായിരുന്നു. ഈ ആരവമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി തങ്ങളിൽ ഓരോരുത്തരുടെയും ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. അവർ ആശ്ചര്യഭരിതരായി ചോദിച്ചു, ഈ സംസാരിക്കുന്നവർ എല്ലാവരും ഗലീലക്കാരല്ലേ? എങ്കിൽ അവർ സംസാരിക്കുന്നത് നമ്മിൽ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ? ഭക്തരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്തോമ്യ, യഹൂദ്യ, കപ്പദോക്യ, പൊന്തോസ്, ഏഷ്യ പ്രവശ്യ, ഫ്രുഗ്യ, പംഫുല്യ, ഈജിപ്ത്, കുറേനയ്ക്ക് സമീപമുള്ള ലിബ്യ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വസിക്കുന്നവരും റോമിൽ നിന്ന് വന്ന സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രീറ്റ് നിവാസികളും അറബികളുമായ നാം ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ഭാഷകളിൽ അവർ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. എല്ലാവരും വിസ്മയിച്ചു പരിഭ്രാന്തിയോടെ. എന്ന് അന്യോന്യം ചോദിച്ചു. എന്നാൽ ചിലർ, ഇവർ പുതുവീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നു എന്നു പറഞ്ഞ് അവരെ പരിഹസിച്ചു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ശബ്ദമുയർത്തി അവരോട് ഇപ്രകാരം പറഞ്ഞു: യഹൂദ ജനങ്ങളും യെരുശലേമിൽ താമസിക്കുന്ന ഏവരുമേ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ വാക്കു നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. രാവിലെ 9 മണിയല്ലേ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതത്രേ. അതെന്തെന്നാൽ, ദൈവം അരുളി ചെയ്യുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനങ്ങളിൽ മേലും എന്റെ ആത്മാവിനെ പകർന്നു കൊടുക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവർ പ്രവചിക്കും. ഞാൻ ഉയരെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകപടലങ്ങളും തന്നെ. കർത്താവിന്റെ വലതും തേജസ്സേറിയതുമായ ദിവസം വരുന്നതിനു മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ഇസ്രായേൽ ജനമേ, ഇത് കേൾക്കുക. നസ്രായനായ യേശു എന്ന മനുഷ്യനെ ദൈവം അദ്ദേഹത്തിലൂടെ നിങ്ങളുടെ ഇടയിൽ ചെയ്ത വീരപ്രവൃത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും മുഖേന സാക്ഷ്യപ്പെടുത്തിയ വസ്തുത നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയാലും മുൻ നിർണയത്താലുമാണ് അദ്ദേഹത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. നിങ്ങൾ അദ്ദേഹത്തെ അധർമ്മികളുടെ കൈകളാൽ ക്രൂസിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം മരണപാശങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി ഉയർപ്പിച്ചു. മരണത്തിന് അദ്ദേഹത്തെ പിടിച്ചുവെക്കുന്നത് അസാധ്യമായിരുന്നു. ദാവീദ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഞാൻ കുലുങ്ങിപ്പോകാതെ വണ്ണം അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ട്. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കുകയും എന്റെ നാവ് ആനന്ദിക്കുകയും ചെയ്യും. തന്നെയുമല്ല, എന്റെ ജഡം പ്രത്യാശയോടെ വസിക്കും. എന്തെന്നാൽ എന്റെ പ്രാണനെ അവിടുന്ന് പാതാളത്തിൽ വിട്ടുകളയുകയില്ല. അവിടുത്തെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എന്നെ അറിയിച്ചു. തിരുസന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അദ്ദേഹം മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും എനിക്ക് നിങ്ങളോട് ഉറപ്പായി പറയാം. അദ്ദേഹത്തിന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ദാവീദ് ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ ഒരുവനെ ദൈവം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലിരുത്തും എന്ന് തന്നോട് ആണയാൽ പ്രതിജ്ഞ ചെയ്ത കാര്യം തനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശരീരം ജീർണത കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടിക്കണ്ട് ദാവീദ് പ്രസ്താവിച്ചു. ഈ യേശുവിനെയാണ് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഈ വസ്തുതയ്ക്ക് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അദ്ദേഹം ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം പിതാവിൽ നിന്ന് സ്വീകരിച്ച്
നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവ പകർന്നു തരികയും ചെയ്തിരിക്കുന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എങ്കിലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതു ഭാഗത്തിരിക്ക. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. ജനങ്ങൾ ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വിദൂരസ്ഥരായ ഏവർക്കും തന്നെ. മറ്റനേകം വാക്കുകളാൽ അദ്ദേഹം അവർക്ക് സാക്ഷ്യം നൽകി. വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് ഉദ്ബോധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകരിച്ചവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പസ്തലന്മാരുടെ ഉപദേശത്തിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും മുഴുകിയിരുന്നു. അപ്പസ്തലന്മാർ മുഖേന അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. എല്ലാവർക്കും ഭയമായി. വിശ്വാസികൾ എല്ലാവരും ഒരുമയോടെ ചേർന്ന് വരികയും സകലവും പൊതുവക എന്ന് കരുതുകയും ചെയ്തു. തങ്ങളുടെ സമ്പാദ്യങ്ങളും വിഭവങ്ങളും വിറ്റ് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതുപോലെ അവർ എല്ലാവർക്കും പങ്കിട്ടു. അവർ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം മുറിച്ചുകൊണ്ട് ഉല്ലാസത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും പ്രീതി അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.